ഇന്ത്യയിലെ ഭൂരിഭാഗം ട്രേഡേഴ്സും ചെയ്യുന്ന നമ്പർ 1 മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഓപ്ഷൻ ബയർ ആവണം, ക്വിക്ക് പ്രോഫിറ്റ് വേണം. അതുകൊണ്ട് എല്ലാ ദിവസവും ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞിട്ട് നിഫ്റ്റിയിലേക്ക് എടുത്ത് ചാടുകയാണ്. ഒന്നുകിൽ കോൾ വാങ്ങുക അല്ലെങ്കിൽ പുട്ട് വാങ്ങുക. സോ ഇപ്പോൾ ലോസിലിരിക്കുന്ന ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് ആവണമെങ്കിൽ ഈ ഒറ്റ ആറ്റിറ്റ്യൂഡ് ചെറിയൊരു ഡിഫറൻസ് വരുത്തിയാൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഓപ്ഷൻ ബയേഴ്സ് ഡേ അല്ല. ശരാശരി 3-1 ദിവസം മാത്രമാണ് ഓപ്ഷൻ ബയേഴ്സ് ഡേ. അതായത് ഒരു മാസം 20 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ അതിൽ 6-7 ദിവസങ്ങളിൽ മാത്രമാണ് ബയേഴ്സ് ഡേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ണും പൂട്ടി ഒരു ബേസിക് സ്ട്രാറ്റജി മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് പോലും പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവരുണ്ടാക്കിയ പ്രോഫിറ്റ് ബൈ ചെയ്യാൻ പാടില്ലാത്ത ബാക്കി 14 ദിവസങ്ങളിൽ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബയേഴ്സ് ഡേ? ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യുന്ന ദിവസം, അതുപോലെ വെയിറ്റേജ് സ്റ്റോക്സുകളിൽ ഏണിങ്സ് റിപ്പോർട്ട് വരുന്ന ദിവസം, അമേരിക്കൻ, യൂറോപ്യൻ, ഏഷ്യൻ മേജർ ഇൻഡെക്സുകൾ ഒരുപോലെ ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ആവുന്ന ദിവസം, FIIs സ്ട്രോങ് ആയിട്ട് ബൈ അല്ലെങ്കിൽ സെൽ എടുക്കുന്ന ദിവസം. പക്ഷേ പലരും ഇതൊന്നും നോക്കാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കോള്, താഴത്തേക്ക് പോകുമ്പോൾ പുട്ട്, ഇങ്ങനെ പ്രീമിയം മെൽറ്റായി പല തുള്ളി പെരുവെള്ളം പോലെ മന്ത് എൻഡ് ആവുമ്പോഴേക്കും വലിയ ലോസ് വരും. ഇതെല്ലാം സൈഡിലിരുന്ന് നോക്കിച്ചിരിക്കുന്ന ഒരു ടീമുണ്ട്, ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓപ്ഷൻ സെല്ലേഴ്സ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു ഓപ്ഷൻ ബയർ ആവാം. എഫേർട്ട് ഒട്ടും എടുക്കാൻ നിൽക്കണ്ട. ചില ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മതി.